കണ്ടോ, വറവും കൂടി ചേർത്തപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരി കാണാൻ നല്ല ഭംഗിയായത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്ത ദിവസം ഒരു കറി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊരു വെറൈറ്റി കളറാണല്ലേ കറിക്ക്. ബീട്രൂട്ട് പച്ചടിയാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ബീട്രൂട്ട് പച്ചടിയല്ല, ബീട്രൂട്ട് പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 പച്ചമുളക്, വേപ്പില, പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. തൈര് എടുത്തിട്ടുണ്ട്. തൈര് പുളിയുള്ള തൈര് തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു മീഡിയം പുളിയുള്ള തൈര് എടുക്കുക. അധികം പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, എങ്കിലേ നമ്മുടെ മോര് കറിക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് കുക്കറിലേക്ക് മാറ്റാം. ഇത് ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും വേവാനായിട്ട്. കുക്കറിൽ 2 വിസിൽ വരുമ്പോൾ തന്നെ കുക്കായി കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ബീട്രൂട്ട് ഒന്ന് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ആവശ്യമാണല്ലോ, ഒഴിച്ചേറിയാണല്ലോ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 2 വിസിൽ വരുന്നത് വരെ കുക്കായി വരട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ബീട്രൂട്ട് കുക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 3 പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ക്യുമിൻ സീഡ്സ്. 1/2 ടീസ്പൂണിൽ കൂടി പോകരുത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മോര് കറിക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് കുക്കായതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മോര് കറിക്ക് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബീട്രൂട്ട് കുക്കായതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് ഇപ്പോൾ കുക്കായിട്ട് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ഇനി ചട്ടിയിലേക്ക് മാറ്റുകയാണ് ബീട്രൂട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്കിതൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് അരപ്പ് ചേർക്കണം. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചുകറി ആയതുകൊണ്ടാണ് വെള്ളത്തോടു കൂടി ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിക്കായിട്ടും ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ മധുരം ചേർക്കണം കേട്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് തൈരിന് പുളി കൂടുതലാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മധുരം ചേർത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ബീട്രൂട്ട് കുക്കായിട്ടുണ്ടോ നോക്കണം. 2 വിസിൽ വരുമ്പോൾ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-2 വിസിലും കൂടി വരുത്തുക. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിന് തിളച്ച് വരുമ്പോൾ അരപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പൊന്ന് കുക്കായി വരണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അരപ്പ് നേരത്തെ ചേർക്കുന്നത്. ഞാൻ അരപ്പിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, അരപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ അരപ്പിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ട് വെള്ളം ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒട്ടും തന്നെ തിളച്ചു പോരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തിളയ്ക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3-4 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ഉപ്പ് ഇതിലേക്ക് ചേർക്കാനില്ല. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ.
അപ്പോൾ നമ്മുടെ അരപ്പ് ഒരു 3 മിനിറ്റായിട്ട് ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിലേക്ക് തൈര് ചേർക്കാനുള്ളത് ഒന്ന് ചൂട് കുറഞ്ഞിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചട്ടിയുടെ ചൂടിൽ വീണ്ടും തിളയ്ക്കാതിരിക്കാനാണ് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് തൈരും പഞ്ചസാരയും ഒക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആ തിളയൊക്കെ മാറി. അപ്പോൾ ഞാൻ ഈ ചെറിയ ചൂടിൽ തന്നെ തൈര് ചേർക്കുകയാണ്. ചെറിയ ചൂടിൽ തന്നെ തൈര് ചേർക്കുമ്പോൾ നമ്മുടെ ചട്ടിയുടെ ചൂടും അരപ്പിൻ്റെ ചൂടും എല്ലാം ചേർന്ന് തൈര് കുക്കായി വന്നോളും. 1 കപ്പ് തൈര് മതി കേട്ടോ. അധികം തൈര് വേണ്ട. നമുക്ക് പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് മതി. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ 1.5 കപ്പ് വരെ ചേർക്കാം. നമ്മൾ തൈര് ചേർത്ത് ഇളക്കിയതിന് ശേഷം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന്. പുളി കുറവാണെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ബീട്രൂട്ട് വേവിച്ചെടുക്കുക. ഇതാകുമ്പോൾ നമുക്കൊരു 2 ദിവസത്തേക്കുള്ള കറി ഉണ്ടാവും നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ. അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർത്തിട്ട് ബീട്രൂട്ട് വേവിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എരിവും ഉപ്പും പുളിയും ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ഉപ്പ് കുറച്ച് കുറവാണ്, പുളിയൊക്കെ കറക്റ്റാണ്. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ഞാൻ വേറെ പാൻ എടുക്കട്ടെ വറവ് ചേർക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം, അപ്പോഴേ നമ്മുടെ നാടൻ ടേസ്റ്റ് വരുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. നമ്മൾ ഈ ഒരു കറിയിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയുടെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രം ചേർത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഉലുവ ചേർത്താലേ പുളിശ്ശേരി പെർഫെക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ വറ്റൽമുളകൊക്കെ കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ബീറ്റ്റൂട്ട് പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടോ, വറവും കൂടി ചേർത്തപ്പോഴാണ് നമ്മുടെ പുളിശ്ശേരി കാണാൻ നല്ല ഭംഗിയായത്. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറല്ലേ. നമ്മളെപ്പോഴും ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോഴല്ലേ ഈ ഒരു കളർ ഉണ്ടാവുക, ഒഴിച്ചേറിക്ക് ഈ കളർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ഒഴിച്ചേറി വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബീട്രൂട്ട് ഉപയോഗിച്ച് മാത്രമല്ല കേട്ടോ, അല്ലാതെ നമുക്ക് ഈ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പികളൊക്കെ നമുക്ക് പുറകെ ചെയ്യാം. നമ്മൾ പല പുളിശ്ശേരികളും ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കേട്ടോ. ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വലിപ്പത്തിലാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.